ബേദൻധാര ലോ ആൻഡ് ന്യൂസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. FIR അഥവാ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഒരു കേസിൽ ആദ്യമായി ലഭിക്കുന്ന വിവരത്തിൻ്റെ റിപ്പോർട്ടാണ് FIR. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 173 വകുപ്പിൻ്റെ 1 ഉപവകുപ്പിൽ പറയുന്നത്, കോഗ്നിസിബിൾ കേസുകളിൽ കുറ്റകൃത്യം നടന്ന സംഭവസ്ഥലം ഉൾപ്പെടുന്ന പ്രദേശം ഏതെന്ന് പരിഗണിക്കാതെ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ആണെന്നാണ്. കോഗ്നിസിബിൾ കേസുകൾ എന്ന് പറഞ്ഞാൽ പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSSന്റെ 175 വകുപ്പിലാണ് കോഗ്നിസിബിൾ കേസുകളിൽ അന്വേഷണം നടത്താനുള്ള പോലീസിന്റെ അധികാരത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. CRPCയുടെ കാലഘട്ടത്തിൽ കേസിനാസ്പദമായ സംഭവം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ, ഇപ്പോൾ BNSSന്റെ സമയത്ത് രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാവുന്നതും ഉടൻ തന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണത്തിനായി അയച്ചു കൊടുക്കേണ്ടതുമാണ്. അതായത് FIR ഏത് പോലീസ് സ്റ്റേഷനിൽ ഇട്ടാലും അന്വേഷണം നടക്കേണ്ടത് സംഭവം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. കേസിനെ സംബന്ധിച്ച വിവരം ഇലക്ട്രിക് മാധ്യമങ്ങളിലൂടെയാണ് ലഭിക്കുന്നതെങ്കിൽ സ്റ്റേഷൻ ജനറൽ ഡയറിയിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം മിക്കവാറും വിസ്താരത്തിൻ്റെയൊക്കെ സമയത്ത് ഉപകാരപ്പെടാറുള്ള ഒരു പോയിൻ്റാണിത്. പോലീസിൻ്റെ ഉടായ്പൊക്കെ വക്കീലന്മാർക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കളയാനൊക്കെ പറ്റുന്ന ഒരു പോയിൻ്റാണിത്. ഓക്കെ, ഇത്തരത്തിൽ വിവരം നൽകിയ ആളിൻ്റെ ഒപ്പും 3 ദിവസത്തിനുള്ളിൽ വാങ്ങേണ്ടതുണ്ട്. BNSS 173 വകുപ്പിൻ്റെ 2 ഉപവകുപ്പ് പ്രകാരം വിവരം നൽകിയ ആൾക്കോ ഇരയായ ആൾക്കോ രേഖപ്പെടുത്തിയ വിവരത്തിൻ്റെ കോപ്പി സൗജന്യമായി നൽകേണ്ടതാണ്. ഇനി നമുക്ക് BNSSന്റെ 173 വകുപ്പിൻ്റെ 3 ഉപവകുപ്പിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. 3 വർഷം മുതൽ 7 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ ഇത്തരം കേസുകൾ കോഗ്നിസിബിൾ കേസുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ. അത്തരമൊരു കേസിൽ സബ് ഡിവിഷണൽ ഓഫീസറിൽ കുറയാത്ത ആളുടെ അനുമതിയോടുകൂടി സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് വിവരം കിട്ടുമ്പോൾ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണം നടത്താവുന്നതും പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടെന്ന് കണ്ടാൽ അന്വേഷണം ആരംഭിക്കാവുന്നതുമാണ്. 14 ദിവസമാണ് ഇതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാലയളവ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ ഒരു അധികാരം പോലീസിന് ദുരുപയോഗം ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന്. ഇതൊരു വിവേചന അധികാരമാണ്. കാര്യങ്ങളെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ് ഈ 14 ദിവസം എന്ന് പറയുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും സ്വഭാവവും പരിഗണിച്ച് തീരുമാനമെടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ കാലയളവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. പോലീസിനൊരു പരാതി കിട്ടുകയാണ്. ഒരു സ്ത്രീ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴോ ഇവരെ പിന്തുടർന്ന് ഒരു പുരുഷൻ ശല്യം ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പരാതി ലഭിക്കുകയാണ്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുക എന്നുള്ളത് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇങ്ങനെ ഒരു വിവരം സ്റ്റേഷനിൽ ലഭിക്കുമ്പോൾ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആ വിവരം അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ അറിയിക്കുകയും ആ പരാതി അന്വേഷിക്കാനുള്ള അനുവാദം വാങ്ങിക്കുകയും ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, അതോ ആ സ്ത്രീ ആ പുരുഷനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വ്യാജ പരാതിയാണോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണോ ഇതെന്ന് തിരിച്ചറിയണം, അല്ലേ? അത്രമാത്രം മതിയോ? പോരാ, ആ സ്ത്രീയെ പിന്തുടരുന്ന വ്യക്തി ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതായത് ആ സ്ത്രീ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാൽ ചുമതലപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ ഈ സ്ത്രീയെ പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ടോ? ഇപ്പോൾ പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്തെ ഇന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളത്. ഇതേ സ്ത്രീ ആയിരിക്കും ഒരു പക്ഷേ ഒരു പുരുഷൻ തന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടായിട്ട് പരാതി കൊടുക്കുന്നത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഈ കിട്ടിയ വിവരത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം, അല്ലേ? അതിനുശേഷം വേണം ഈ വിഷയത്തിൽ എന്ത് നടപടി എടുക്കണമെന്ന്
തീരുമാനിക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്ന് വെച്ച് എല്ലാ സംഭവങ്ങളും ഈ ഒരു ഉദാഹരണമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കരുത്. പോലീസിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല കേസുകൾ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. ഒരു കേസിനെ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത് മുതൽ ബാക്കിയുള്ള എല്ലാ തുടർ നടപടികളും എങ്ങനെ വേണം നടക്കേണ്ടതെന്ന് കൃത്യമായി എഴുതപ്പെട്ട നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൊട്ടിലൊടുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വകുപ്പുകളും പണി കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ഒക്കെയുള്ള ഒത്തിരി സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെയുണ്ട്. അതായത് ഇപ്പോൾ ഒരു KSRTC ബസ് അത് ആലപ്പുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കറക്റ്റ് ടൈമിൽ ബസ് എടുക്കും. കറക്റ്റ് ടൈമിൽ കട്ടപ്പന സ്റ്റാൻഡിൽ എത്തുകയും ചെയ്യും. അതൊരു നിയമമാണ്. ഇതിനിടയിൽ ബസ് എവിടെയൊക്കെ നിർത്തണമെന്നുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പുകളും ഉണ്ട്. ബസ്സിലെ ഡ്രൈവറിനും കണ്ടക്ടർക്കും വേണമെങ്കിൽ സ്റ്റോപ്പ് അല്ലാത്തൊരു സ്ഥലത്ത് ബെല്ലടിച്ച് ബസ്സിനെ നിർത്തിക്കാൻ പറ്റും, അല്ലേ? സ്റ്റോപ്പ് അല്ലാത്തിടത്ത് നിന്നും ആളെ കയറ്റാനും പറ്റും. ഇതിനാകെ വേണ്ടത് ഡ്രൈവറിനും കണ്ടക്ടറിനും ഇടയിലുള്ള ഒരു ഒത്തൊരുമയാണ്. പിന്നെ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ കുറച്ച് അറിവ് കുറവുള്ളവരും ആയിരിക്കണം. അത്രയും മതി. ഈ ബസ് നമ്മുടെ നിയമവ്യവസ്ഥിതിയാണെന്ന് സങ്കല്പിച്ചാൽ ബസ്സിന് കൃത്യതയും വ്യക്തതയും സമയനിഷ്ഠയും ഉണ്ട്. ഇനി ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും പോലീസാണെങ്കിൽ അവർക്ക് ഇടയ്ക്കൊന്ന് നിർത്തി കൊടുക്കാനോ സ്റ്റോപ്പില്ലാത്ത സ്ഥലത്തുനിന്ന് ആളെ കയറ്റാനോ ഒക്കെ പറ്റും. അധികാരം ചെറുതായിട്ടൊക്കെ ഒന്ന് ദുരുപയോഗം ചെയ്യുക, അത്രയേ ഉള്ളൂ. പോലീസ് ഫിറ്റ് ചെയ്ത് വെക്കുന്ന എല്ലാ വകുപ്പുകളും ഒന്നും കോടതിയിൽ വിലപ്പോകില്ല എങ്കിലും നല്ല ഒന്നാം തരമായിട്ട് പാല് വെളുത്തി പണി തരാൻ പോലീസിന് പറ്റും. പിന്നെ പോലീസിൻ്റെ അടുത്തുനിന്ന് പണി കിട്ടിയ ആൾ മെൻ്റലി കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് പണി മേടിക്കാൻ പോകുന്നത് പോലീസുകാരായിരിക്കും, അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നതെന്ന് കുറച്ചങ്ങോട്ട് വഴുതിപ്പോയി. FIRന്റെ പരമപ്രധാനമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ നടപടി പ്രവർത്തനം തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ്. പോലീസിന് നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറഞ്ഞിട്ടുള്ള കേസ് നടന്നതായി സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് വിവരം ലഭിക്കുമ്പോഴാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്ക് നേരിട്ട് ചെന്ന് മൊഴി നൽകിയോ പരാതിയിലൂടെയോ പോസ്റ്റ് വഴിയോ ഇമെയിലിലൂടെയോ ഒക്കെ വിവരം അറിയിക്കാവുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന് സ്വമേധയോ അല്ലെങ്കിൽ സുവോമോട്ടോ ആയി കേസ് രജിസ്റ്റർ ചെയ്യാം. സെക്ഷൻ 175 3-ാം ഉപവകുപ്പ് പ്രകാരം കോർട്ട് എൻഡോഴ്സ്മെന്റായും മേലുദ്യോഗസ്ഥന്റെയോ ബന്ധപ്പെട്ട കമ്മീഷനുകളുടെയോ ട്രൈബ്യൂണലിന്റെയോ നിർദ്ദേശപ്രകാരമോ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.